ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ 3-ാമത്തെ ദിവസത്തെ ഉച്ച കഴിഞ്ഞുള്ള കുറച്ച് സീനുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ അന്ന് ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങും പിന്നെ കയാക്കിങ്ങുമായിരുന്നു ഉച്ച വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കൽപ്പട്ടി ദ്വീപിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ട് മുന്നേ നമ്മൾ പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അത് നമ്മൾ സ്നോർക്കലിങ്ങിന് കടലിൻ്റെ അടിഭാഗം കണ്ട പോലെ ഗ്ലാസ് ബോട്ടിലിരുന്ന് നമുക്ക് അതിനടിയിൽ മീനുകളെയും പവിഴപ്പുറ്റുകളെയും ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഇതാണ് കേട്ടോ ഗ്ലാസ് ബോട്ട്. ബോട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഗ്ലാസ്സാണ്. അപ്പം നിങ്ങളത് കണ്ടിട്ടോ. നമ്മൾ ആശാൻ പറഞ്ഞ പോലെ ഞാനിതാണ്ട് ബോട്ട് ഓടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ബോട്ട് ഓടിക്കുകയാണ്. കുറച്ച് നേരം എനിക്ക് ഓടിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും ഗ്ലാസ് ബോട്ടിനടിയിൽ കൂടെ വാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടില്ല ആ സമയത്ത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദൂരേന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ അഗത്തിയും നമ്മുടെ ഐലൻഡ് അഗത്തിയും ഈ കൽപ്പട്ടി ഐലൻഡും ഒരു ഒറ്റ ലൈനായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങ് അടുത്തേക്ക് ചെല്ലും തോറുമാണ് അതിനിടയിൽ കടൽ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള മനസ്സിലാകുന്നത്. സെപ്പറേറ്റ് ഐലൻഡാണെന്നുള്ളത് ദൂരെ നോക്കി ഒരൊറ്റ ലൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെതാണ് ഞങ്ങൾ വീണ്ടും അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. കാൽപ്പട്ടിയിലേക്കുള്ള യാത്ര വേണ്ടക്കായ് ഇത് വെച്ചിട്ടാണ് കൈസ് നമ്മളുടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് ദൂരെ ഉള്ള ആ മൂലയ്ക്കുന്ന കേട്ടോ നമ്മൾ വന്നത്. ഇതുണ്ടോ എന്നാ ഭംഗിയാണെന്നറിയാവോ. നല്ല ബ്ലൂ കളറ് വെള്ളം ക്ലിയറായിട്ട് നോക്കിയാൽ നമുക്ക് അതിലുള്ള ആ ഒരു മണൽ വരെ വൈറ്റ് കളർ പഞ്ചസാര പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതുകൊണ്ട് അങ്ങ് ദൂരെ കണ്ടോ, അങ്ങ് ദൂരെ നോക്കുമ്പോൾ നമുക്കത് ഒറ്റ ലൈനായിട്ട് തോന്നും. രണ്ട് ദ്വീപം കണ്ടോ. ഇടയ്ക്ക് ഇനി അതിനടുത്തേക്ക് വരുമ്പോഴാണ് ആ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാണുന്നതാണ് കൽപ്പട്ടി ദ്വീപ് എയർപോർട്ട്. കിട്ടുന്നില്ല അപ്പൊ കിട്ടും. ഗ്ലാസ്സിൽ വെച്ചാൽ കിട്ടും. ഫുള്ള് സോമാട്ട് ചെയ്തോ. ഇതിനകത്ത് പപ്പർ ഫിഷ് ഉണ്ട്. ഹോളിനകത്ത് അതാണ് പപ്പർ ഫിഷ്. മീമോ പോലത്തെ വേറൊന്നും ഉണ്ടല്ലോ, ഓറഞ്ചിന് 2-3 വരെയുള്ള വെള്ളം. അതേതോ കാണിച്ചു തരാം എനിക്ക് കാണാനേ. അത് അതിനകത്ത് ഇവിടെ ഒരു റിയൽ ഉണ്ട്. ഇവിടെ വേറെ അടിപൊളി ഫോണാ എന്തും
നമുക്കറിയാതെ ഇവിടെ കിടക്കും ഇവിടെ ഇതാണ്ടാ ക്ലോസ് ആയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ നീന്തി ഇതാണ്ടാ നൈറ്റിൽ ഫുൾ ഇവർ ക്ലോസാ. ഫുൾ ക്ലോസ്. ശരിക്കും അതിന്റെ താഴെ ഒന്ന് റിവേഴ്സ്. അതാണ് റിയൽ റിയൽ കറക്റ്റ് നീമോ ഓറഞ്ചില് വൈറ്റ് വരുന്ന കുറച്ചധികം പറയല്ലേ. അതാ ഞാൻ നേരത്തെ ചോദിച്ചേ. അങ്ങനെ ഞങ്ങൾ ദാണ്ട് കൽപ്പട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. അത് കുറച്ച് ലെങ്തി ആയിപ്പോവും. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.